ഈ ഒരു ശക്തമായ തിരിച്ചടിയുടെ ഭാഗമായി ജമ്മു മേഖലയിലെല്ലാം കനത്ത സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം അവിടെ അവധി നൽകിയിരിക്കുകയാണ്. കാരണം വേണമെങ്കിലും ഒരു പ്രത്യാക്രമണം ഉണ്ടാകാം. ആ സാഹചര്യം കണക്കിലെടുത്താണ് കനത്ത സുരക്ഷയും ഒരുക്കിയിട്ടുള്ളത്. തീർച്ചയായും ഗോപിക, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യത്തുടനീളം അതീവ ജാഗ്രത തുടരുകയാണ്. ഈ തിരിച്ചടിക്ക് പിന്നാലെ നേരത്തെ തന്നെ രാജ്യം വലിയ ജാഗ്രതയോടെ മുന്നോട്ട് പോവുകയായിരുന്നു ഈ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ. ഇപ്പോൾ ഈ ഒരു തിരിച്ചടി രാജ്യം നൽകിയ ഒരു ഘട്ടത്തിൽ കൃത്യമായ ഒരു ക്രമീകരണങ്ങൾ രാജ്യം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിമാനത്താവളങ്ങളൊക്കെ അടച്ചിട്ടുണ്ട്. ഒപ്പം നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ വീണ്ടും ലംഘിച്ച് വെടിവെപ്പ് നടത്തിയ പശ്ചാത്തലത്തിൽ അതിർത്തിയിലുള്ള ആളുകളെയൊക്കെ മാറ്റിപ്പാർപ്പിക്കുന്നു. ബങ്കറുകളിലേക്കൊക്കെ മാറ്റി കൃത്യമായ ഇടപെടൽ നടത്തുന്നുണ്ട് രാജ്യം. ആ ഒരു ഘട്ടത്തിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യം ഇന്നൊരു മോക്ക് ഡ്രില്ലിന് കാത്തിരിക്കുകയായിരുന്നു ശരിക്കും. പക്ഷേ മോക്ക് ഡ്രിൽ അല്ല, യഥാർത്ഥത്തിലുള്ള ഒരു തിരിച്ചടി തന്നെ രാജ്യം നൽകുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് കാണാൻ കഴിഞ്ഞത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മോക്ക് ഡ്രിൽ 244 കേന്ദ്രങ്ങളിൽ ഇന്ന് മോക്ക് ഡ്രിൽ നടത്തണം എന്ന് നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും കൃത്യമായ അവയർനെസ് ക്ലാസ് ഒക്കെ നൽകിയിരുന്നു. എങ്ങനെയാണ് ഇതുമായി പ്രതികരിക്കേണ്ടത്, അത്തരത്തിലൊരു ആക്രമണം ഉണ്ടായാൽ ഏത് തരത്തിലുള്ള പ്രതികരണമാണ് ഉണ്ടാകേണ്ടതെന്നുള്ളത് ജനങ്ങളിലേക്ക് കൂടി എത്തിക്കാൻ ഈ കൃത്യമായ സ്ഥലങ്ങളൊക്കെ നേരത്തെ നിശ്ചയിച്ചിരുന്നു. കേരളത്തിലടക്കം ഈ മോക്ക് ഡ്രിൽ നടത്താനുള്ള സ്ഥലങ്ങളൊക്കെ നിശ്ചയിച്ചിരുന്നു. ആ മോക്ക് ഡ്രില്ലിന് കാത്തിരുന്നിടത്തേക്കാണ് രാജ്യത്തിൻ്റെ ശക്തമായ തിരിച്ചടി നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ തിരിച്ചൊരു പ്രത്യാക്രമണം, ഗോപിക സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പ്രത്യാക്രമണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ നിയന്ത്രണ രേഖയിലെ വെടിവെപ്പിന് അപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യാക്രമണം എങ്ങനെയാണ് പാകിസ്ഥാൻ പ്രതികരിക്കുക എന്നുള്ളത്, കാരണം ഇതൊരു യുദ്ധസമാനമായ സാഹചര്യമാണ് എന്നുള്ളത് ഉറപ്പാണ്. രാജ്യം തന്നെ, ഇന്ത്യ തന്നെ വ്യക്തമാക്കിയതാണ് ഈ തിരിച്ചടി കൊണ്ട് അവസാനിക്കുന്നില്ല. കൂടുതൽ പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായാൽ യുദ്ധത്തിലേക്ക് തന്നെ നീങ്ങുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ പാകിസ്ഥാനും ഇതുമായി ബന്ധപ്പെട്ട് യുദ്ധത്തിലേക്ക് നീങ്ങുന്ന ഒരു തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സിന്ധു നദീജല കരാർ റദ്ദാക്കിയതിനു പിന്നാലെ ഈ വെള്ളം കൊടുക്കാതിരിക്കുന്നത് യുദ്ധസമാനമായ സാഹചര്യമാണ്, അതിനുള്ള കാര്യങ്ങൾ ഉണ്ടാവരുത് എന്ന തരത്തിൽ പാകിസ്ഥാൻ നേരത്തെ പ്രതികരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ കൃത്യമായ ഇടപെടൽ രാജ്യത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. സുരക്ഷ എല്ലായിടത്തും ശക്തമാക്കിയിട്ടുണ്ട്. അതീവ ജാഗ്രത രാജ്യത്തിനകത്ത് പലയിടങ്ങളിലും, അതായത് ഈ വിമാനത്താവളങ്ങളൊപ്പം സൈനിക കേന്ദ്രങ്ങളിലൊക്കെ നടത്തിയിട്ടുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രത്തിലേക്ക് ആക്രമണം നടത്തിയിട്ടില്ല എന്നുള്ള ഒരു കാര്യം ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ പാകിസ്ഥാൻ അങ്ങനെ അല്ല പ്രതികരിക്കുന്നത്. ഏതായാലും 10 മണിവരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. ഏതൊക്കെ തരത്തിലുള്ള തിരിച്ചടിയാണ് രാജ്യം നൽകിയത്, എന്താണ് രാജ്യത്തിനുണ്ടായത്, ഇനി എങ്ങനെയാണ് രാജ്യം മുന്നോട്ട് പോവുക എന്നുള്ളത് അറിയാൻ.